ഹലോ ഗായ്സ്, ഈ ലവ് ബേർഡ്സൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിഷ്കളങ്കരായ പക്ഷികളാണെന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ധാരണ. പക്ഷേ ഇപ്പോൾ അത് തെറ്റാണോ എന്നൊരു സംശയം. ഞാൻ ഇന്നൊരു സംഭവം കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അത് കണ്ടപ്പോൾ. ഇത് കണ്ടോ, ഞാനിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷിക്കുഞ്ഞേ താഴെ വീണ് കിടക്കുന്നു. തീരെ കുഞ്ഞിതാണ്, ഉണ്ടായിട്ട് അത്രയും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനെങ്ങനെ അവിടുന്ന് എടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കൈ കൊണ്ട് തൊട്ടാൽ മർമ്മത്ത് എവിടെയെങ്കിലും അമർന്നു പോയി അത് ചത്തുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്ത് ഞാൻ അതിനെ ചിള്ളി ഇങ്ങനെ എടുത്തു കേട്ടോ. ഇതെങ്ങനെ താഴെ വീണു, എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു സംഭവം കണ്ടു. ശരിക്കും ഷോക്കിംഗ് ആയ ഒരു സംഭവം. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. വേറൊരു പക്ഷിക്കുഞ്ഞ് അതിനകത്തുണ്ടായിരുന്ന 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു കുഞ്ഞിൻ്റെ പക്ഷികൾ തന്നെ അതിനെ കൊത്തി തിന്നുന്നു. ലവ് ബേർഡ്സ് ഇങ്ങനെ തിന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് കേട്ടോ. ഈ പൂച്ചയൊക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ തിന്നുന്നു പറയുന്നത് കേൾക്കാം. പക്ഷേ പക്ഷിക്കുഞ്ഞിനെ തിന്നുന്നത് ആദ്യമായിട്ടാണ് ശരിക്കും കാണുന്നത്. ഇതിനുള്ളിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് 3 കലങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതിലേതിൽ നിന്നാണ് വീണത് എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ കലം എടുത്തിട്ട് ഇങ്ങനെ നോക്കി. അതിലുള്ള കുഞ്ഞുങ്ങളുണ്ടോ? 2 കലത്തിലായിട്ട് 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ, 4 എണ്ണം വീതം. അതിൽ ഒന്നിൽ സേഫായിട്ട് എല്ലാം അങ്ങനെ തന്നെയുണ്ട്. രണ്ടാമത്തെ കലത്തിൽ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. അതിലൊന്നിനെയാണ് എനിക്ക് താഴെ വീണിട്ട് കിട്ടിയത് കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന 3 എണ്ണത്തിൻ്റെ പൊടി പോലും കിട്ടാനുണ്ടായിരുന്നില്ല. അമ്മപ്പക്ഷി തന്നെയാണോ ഇതുങ്ങളെ പുറത്തിട്ടത്, അതോ മറ്റുള്ള പക്ഷികളേതെങ്കിലും ഉള്ളിൽ കയറിയതാണോ ഒന്നും അറിയില്ല. അത്രയും ചെറിയ പക്ഷിക്കുഞ്ഞാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും ചെറുതിനെ കാണുന്നത്. അതില്ല, അതിൽ 3 എത്ര ഉണ്ടായിരുന്നു? 4 എണ്ണോ? ഈ കുഞ്ഞ് ഉണ്ടായ കാലത്തിൽ തന്നെ അതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മറ്റു പക്ഷികൾ ആരെങ്കിലും ഇതിനെ ആക്രമിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് സേഫായിട്ടുള്ള കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള കലത്തിൽ തന്നെ ഇതിനെയും കൂടെ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിലുള്ള കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ വലുതായതാണ് കേട്ടോ. ഇതിനുള്ളിൽ 4 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ആ ചെറിയ കുഞ്ഞിനെ വെച്ച് കൊടുത്താൽ അതിൻ്റെ അമ്മപ്പക്ഷി അതിനെ ശ്രദ്ധിക്കുമോ ഒന്നും അറിയില്ല. എങ്കിലും ഇതിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് എന്ന് തോന്നുന്നു. ഇതിൻ്റെ അവസ്ഥ എന്തായി, അത് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കിനി കണ്ടറിയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതിൻ്റെ ഭാവി എന്തായെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.